സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ സർവേ ഏജൻസിയായ ലോക് പോൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ പ്രീ ഇലക്ഷൻ സർവേ ഫലങ്ങൾ പ്രകാരം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന് പ്രവചിക്കുന്നു. ഫെബ്രുവരി 27 പുറത്തുവിട്ട സർവേ ഫലത്തിൽ കേരളത്തിൽ LDF സർക്കാരിന് അധികാരം നഷ്ടമാകുമെന്നും UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ എത്തുമെന്നുമാണ് സൂചന. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും നടത്തിയ വിപുലമായ സാമ്പിൾ സർവേയിലാണ് UDFന് അനുകൂലമായ ഫലം പുറത്തുവന്നിരിക്കുന്നത്. വടക്കൻ മലബാറിലും മധ്യ കേരളത്തിലും UDF തൂത്തുവാരുമെന്നാണ് സർവേ സൂചന. തെക്കൻ കേരളത്തിൽ LDF ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുമെങ്കിലും UDFന് മുന്നേറ്റത്തെ തടയാൻ സാധിക്കില്ലെന്നും ലോക് പോൾ വിലയിരുത്തുന്നു. സർവേ പ്രകാരം പ്രധാന മുന്നണികളുടെ ഏകദേശ സീറ്റ് നിലയും വോട്ട് വിഹിതവും ഇനി പറയുന്നു. UDF 81 മുതൽ 86 വരെ സീറ്റുകൾ നേടി അധികാരം പിടിക്കും. നിലവിലെ ഭരണകക്ഷിയായ LDF 51 മുതൽ 59 വരെ സീറ്റുകളിലേക്ക് ചുരുങ്ങാനാണ് സാധ്യത. NDAക്ക് 0 മുതൽ 2 സീറ്റുകൾ വരെയാണ് പ്രവചനം. വോട്ട് വിഹിതത്തിലും UDF മുന്നിലെത്തുമെന്ന് സർവേ വ്യക്തമാക്കുന്നു. 43% മുതൽ 45% വരെ വോട്ട് വിഹിതം UDFന് ലഭിക്കുമ്പോൾ LDFനാകട്ടെ 39% മുതൽ 41% വരെ വോട്ടുകളാണ് പ്രവചിക്കുന്നത്. BJP നേതൃത്വം നൽകുന്ന NDAക്ക് 13% മുതൽ 15% വരെ വോട്ട് ലഭിച്ചേക്കാം. സർവേ റിപ്പോർട്ട് പ്രകാരം UDFന് അനുകൂലമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ടാം പിണറായി സർക്കാരിനെതിരെയുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരം വോട്ടെടുപ്പിനെ ബാധിച്ചേക്കാമെന്ന് സർവേ സൂചിപ്പിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ സർക്കാരിന്റെ വിശ്വാസ്യതയെ ബാധിച്ചതായി റിപ്പോർട്ട് വിലയിരുത്തി. ദേശീയ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളും രാഹുൽ ഗാന്ധിയുടെ സ്വാധീനവും കേരളത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ വടക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ സാന്നിധ്യവും മധ്യ കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ടുകളിലെ ഏകീകരണവും UDFന് അനുകൂലമാകാൻ സാധ്യതയുണ്ട്. ഇത് എറണാകുളം, തൃശൂർ ജില്ലകളിൽ മുന്നണിക്ക് മുതൽക്കൂട്ടാകുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. തെക്കൻ കേരളത്തിലാകട്ടെ LDFന് താരതമ്യേന മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന മേഖലയാണത്. എന്നിരുന്നാലും പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ UDFന് വലിയ സാധ്യതകൾ പ്രവചിക്കുന്നുണ്ട്. BJPക്ക് തിരുവനന്തപുരം ജില്ലയിലെ ചില മേഖലകളിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെങ്കിലും സീറ്റുകളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റം പ്രവചിക്കുന്നില്ല. നേരത്തെ കർണാടക തെരഞ്ഞെടുപ്പിലെ ഫലം കൃത്യമായി പ്രവചിച്ച ഏജൻസി എന്ന നിലയിൽ ലോക് പോളിന്റെ ഈ കണ്ടെത്തലുകൾക്ക് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ പ്രാധാന്യമുണ്ട്. 42,000 പേരിൽ നിന്ന് ശേഖരിച്ച അഭിപ്രായങ്ങൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഈ സർവേ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ പതിവ് രീതിയായ 5 വർഷം കൂടുമ്പോഴുള്ള ഭരണമാറ്റത്തിലേക്ക് സംസ്ഥാനം വീണ്ടും നീങ്ങുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. UDFന് പ്രവചിക്കപ്പെട്ടിരിക്കുന്ന 81 മുതൽ 86 സീറ്റുകൾ മുന്നണിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നു. ഭരണവിരുദ്ധ വികാരവും അഴിമതി ആരോപണങ്ങളും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും LDFന് വെല്ലുവിളിയാകുമെന്ന് സർവേ വ്യക്തമാക്കുന്നു. Like, share, subscribe.